സ്റ്റിഫ് പേപ്പർ എങ്ങനെ നെക്ക് പോർഷനിൽ കറക്റ്റായിട്ട് സ്റ്റിച്ചിങ് ചെയ്യാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ മെയിൻ ഫാബ്രിക്കിൻ്റെ നല്ല വശവും ലൈനിങ് പോർഷൻ അതിൻ്റെ മീതെയായിട്ടും വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ക്യാൻവാസ് പേപ്പർ ഇതിൻ്റെ മിഡ് പോയിൻറ്റിൽ കറക്റ്റ് മിഡ് പോർഷൻ മാർക്കിംഗ് ചെയ്തിട്ട് ചെയ്യുക. ബിഗിനേഴ്സ് ആണെങ്കിൽ സേഫ്റ്റി പിന്നോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ചെയ്യാൻ നോക്കുക. ഇതുപോലെ കറക്റ്റ് മിഡിൽ പോർഷനിൽ വെച്ച് കൊടുക്കുക. അതിനുശേഷം ഇങ്ങനെ സ്റ്റിച്ചിങ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആ ബാലൻസ് ക്ലോത്ത് നമുക്ക് കട്ടിങ് ചെയ്ത് മാറ്റാം. ഓക്കെ, കട്ടിങ് ചെയ്ത് മാറ്റി ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. പിന്നെ ഇനി നമുക്ക് ഇതെങ്ങനെയാണ് അകത്തേക്ക് ഇടുന്നതെന്ന് നോക്കാം. ആദ്യം ക്ലോത്ത് ഇങ്ങനെ നിവർത്തി വെച്ചതിന് ശേഷം നമ്മളുടെ ഈ ഒരു ക്യാൻവാസ് പേപ്പറിൻ്റെ അരികു വശം ലൈനിങ് ക്ലോത്തുമായിട്ട് ഇതുപോലെ വെച്ചിട്ട് സ്റ്റിച്ചിങ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ നോക്കി ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നോർമലി ചെയ്യുന്നത് പോലെ തന്നെ ലൈനിങ് ക്ലോത്തിനെ നമ്മളുടെ ഈ ഒരു മെയിൻ ക്ലോത്തിൻ്റെ ചീത്തവശത്തേക്ക് ഇട്ടതിന് ശേഷം നെക്കിൻ്റെ പോർഷൻ ഒന്ന് പതിച്ച് സ്റ്റിച്ചിങ് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഫൈനൽ ലുക്ക് ഉണ്ടാകുക. പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. ഇതിൽ നമുക്ക് ഹെമ്മിങ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ തന്നെ നമ്മുടെ ക്യാൻവാസ് പേപ്പർ ബാക്ക് പോർഷനിലൊന്നും കാണത്തില്ല, ലൈനിങ് ക്ലോത്തിൻ്റെ ഉള്ളിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ ഒരു ഹാർട്ടെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ.